കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ്. ഈ ലേണിംഗ് ജേർണിയിൽ ഓട്ടോകാഡിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഇന്റീരിയർ ഡിസൈൻ, സ്ട്രക്ചറൽ, MEP തുടങ്ങിയ മിക്ക എഞ്ചിനീയറിംഗ് മേഖലകളിലും ഓട്ടോകാഡ് ഇന്നും ഒരു അടിസ്ഥാന സോഫ്റ്റ്വെയറായി ഉപയോഗിക്കുന്നു. ഓട്ടോകാഡ് അറിയുന്നവർ പലരും ഉണ്ടാവും, പക്ഷേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പ്രൊഫഷണൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ CAD സോഫ്റ്റ്വെയർ ട്യൂട്ടോറിയൽ സീരീസിൽ ഓട്ടോകാഡ് ഉപയോഗിച്ചാണ് ആരംഭിക്കുന്നത്. സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം എന്നത് മാത്രമല്ല, ഇൻഡസ്ട്രി ലെവൽ CAD സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ വർക്ക് ഫ്ലോ, പ്രാക്ടിക്കൽ ഡ്രോയിങ് ടെക്നിക്സ് എന്നിവയും ഈ സീരീസിൽ നമ്മൾ പഠിക്കും. സോ വെൽക്കം ടു CADC ഓൺലൈൻ. ഇന്നത്തെ വീഡിയോയിൽ ഓട്ടോകാഡിൽ ഒരു പുതിയ ഡ്രോയിങ് ആരംഭിച്ച് യൂണിറ്റ്സ് എങ്ങനെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണൽ ഡ്രോയിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്നാണിത്. ആദ്യമായി ഓട്ടോകാഡിൽ ഒരു പുതിയ ഡ്രോയിങ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനായി ഹോം സ്ക്രീനിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലഭിക്കുന്ന ടെംപ്ലേറ്റ്സിൽ നിന്ന് acad.dwt എന്ന ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുത്ത് ഓപ്പൺ ചെയ്യാം. ഇന്റർനാഷണൽ മെട്രിക് സ്റ്റാൻഡേർഡ്സ് പിന്തുടരുന്ന കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ സാധാരണയായി acad.dwt ടെംപ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഡ്രോയിങ് തയ്യാറായിരിക്കുന്നു. ഇനി യൂണിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. യൂണിറ്റ്സ് എന്നത് ഡ്രോയിങ്ങിൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ ഒബ്ജക്റ്റിൻ്റെയും അളവുകൾ ഏത് മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ കണക്കാക്കണമെന്ന് ഓട്ടോകാഡിന് പറയുന്ന ഒരു പ്രധാന സെറ്റിംഗ് ആണ്. ഉദാഹരണത്തിന്, ഒരു വോളിൻ്റെ നീളം 5000 എന്ന് നൽകിയാൽ അത് 5000 മില്ലിമീറ്റർ ആണോ, 5000 ഇഞ്ചസ് ആണോ, അല്ലെങ്കിൽ 5000 മീറ്റേഴ്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് യൂണിറ്റ്സ് ആണ്. പ്രൊഫഷണൽ ഡ്രോയിങ്ങിൽ യൂണിറ്റ് ശരിയായി സെറ്റ് ചെയ്തില്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാവാം. ഡ്രോയിങ്ങിൻ്റെ സ്കെയിൽ തെറ്റാം, ബ്ലോക്ക് തെറ്റായ സൈസിൽ ഇൻസേർട്ട് ആവാം, ഡയമെൻഷൻ കൃത്യമായി വരില്ല. മറ്റ് എഞ്ചിനീയേഴ്സും കൺസൾട്ടൻസും ചേർന്ന് ജോലി ചെയ്യുമ്പോൾ ഡ്രോയിങ് കോർഡിനേഷനിൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഓരോ പ്രൊജക്റ്റിൻ്റെയും തുടക്കത്തിൽ യൂണിറ്റ്സ് ശരിയായി സെറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ വർക്ക് ഫ്ലോവിൻ്റെ ആദ്യ ഘട്ടമായി കണക്കാക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാം. അതിനായി കീബോർഡിൽ UN എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. യൂണിറ്റ്സ് വിൻഡോ ഓപ്പൺ ചെയ്യും. ഇവിടെ ലെങ്ത് ടൈപ്പിൽ ഡെസിമൽസ് തിരഞ്ഞെടുക്കുക. ഇൻസേർഷൻ സ്കെയിലിൽ മില്ലിമീറ്റർ സെറ്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഭൂരിഭാഗം ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ, ഇന്റീരിയർ, MEP ഡ്രോയിങ്സിലും മില്ലിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ശേഷം OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ്സ് പ്രൊഫഷണൽ രീതിയിൽ ആരംഭിക്കാൻ റെഡിയായിരിക്കുന്നു. യൂണിറ്റ്സ് എന്നത് ഒരു ചെറിയ സെറ്റിംഗ് പോലെ തോന്നിയാലും ഒരു പ്രൊജക്റ്റിൻ്റെ ആക്യുറസി, കോർഡിനേഷൻ, ഡോക്യുമെൻറ്റേഷൻ, പ്രിൻറ്റിംഗ് എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അടുത്ത വീഡിയോയിൽ പ്രൊഫഷണൽ ലെയർ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ലെയർ നെയിമിംഗ് എങ്ങനെ ചെയ്യാമെന്നും വിശദമായി നമുക്ക് നോക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ പ്രൊഫഷണൽ CAD ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ പുതിയ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ.